ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്കിത് ഉപയോഗിച്ചിട്ട് ഭൂനികുതി അടക്കുക, ഒറ്റത്തവണ നികുതി പേയ്മെന്റ് അടക്കുക, അതുപോലെ തന്നെ ഭൂമി തരം മാറ്റം അപേക്ഷ, തണ്ടപ്പേര് പകർപ്പിനുള്ള അപേക്ഷ, ആധാർ കാർഡും നമ്മുടെ ഭൂമിയുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് ഒരൊറ്റ ID ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ്. അപ്പം അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇവിടെ സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഫുൾ നെയിം, ടൗണ്, റോഡ് ഇത്രയും ഭാഗങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ. ഫുൾ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പേര് കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏരിയ ടൈപ്പ് ചെയ്യുക, റോഡ് ടൈപ്പ് ചെയ്യുക. അടുത്തായിട്ട് മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മളൊരു യൂസർ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവൈലബിൾ ആണെങ്കിൽ ഇവിടെ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ഇല്ല എങ്കിൽ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നോട്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്യുക. അതേ പാസ്വേഡ് തന്നെ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന OTP ഇവിടെയായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് അത് ID ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. സൈൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. നമുക്ക് ഈ ഒരു രീതിയിലാണ് മറ്റു സർവീസുകളെ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ID ജനറേറ്റ് ചെയ്യുന്നത്.